എന്താണ് പറയാ, എന്തോരം മെമ്മറീസ് ആണ്, ചെറുപ്പം മുതലുള്ള മെമ്മറീസ്, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അത് പെട്ടെന്നൊന്നും പറഞ്ഞാൽ തരില്ല. ഇത്രയും ചുരുക്കി പറയുകയാണെങ്കിൽ എത്രയും നല്ലൊരു ബ്രദറിനെ കിട്ടിയത് എനിക്ക് ഒരുപാട് ശരിക്കും ഫ്രം bottom of my heart. No, it's not something that everyone would get, right? But I had this privilege for having such a wonderful, nice elder brother that I can always look up to. ഇപ്പം ഞാൻ എന്തോരം സമയം ഇപ്പൊ പോലും ഞങ്ങൾ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ആഴ്ചയിൽ ഇപ്പോൾ 4 days ഞങ്ങളിപ്പോൾ കളിക്കാൻ പോകും. ഞാൻ ഓഫീസിലാണെങ്കിൽ പോലും ഞങ്ങൾ ഒന്നിച്ചാ, എന്നിട്ട് പോലും വി എൻജോയ് സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ. നോ, വി still have a lot of fun moments. So ആ ഒരു റിലേഷൻഷിപ്പ് ഞാനും ചേട്ടനും തമ്മിലുണ്ട്. He's a brother I can always look up to, right? If there is anything, any advice that I would need, I'm sure that I can go up to him and talk to him, right? More or less we have a relationship with my brother, okay? So you have been an awesome brother, you have been a wonderful son, you have been a loving husband. ഇപ്പൊ പിള്ളേരാണെങ്കിൽ പോലും ജർമായോ അന്യോ പിന്നെയോ അവർക്കും ചേട്ടൻ വന്നാൽ പിന്നെ അവർക്ക് ജോലിയാണ്, അവർക്ക് ചേട്ടനൊപ്പം സമയം സ്പെൻഡ് ചെയ്ത് ചേട്ടനൊപ്പം ചെറിയായിട്ട് കളിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. സോ ചേട്ടാ, യു ഹാവ് ബീൻ എ ലവിംഗ് ബ്രദർ, യു ഹാവ് ബീൻ ഓസം ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അത് ചേട്ടന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മുടെ കസിൻസും നമ്മുടെ എല്ലാവരും ചേർന്ന് ചെറിയൊരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും 2 വാക്കുകൾ എല്ലാവരും പറഞ്ഞിട്ട് ചേട്ടൻ, ഐ ക്യാൻ സീ ഓൾ ദോസ് മെസ്സേജസ് ഫ്രം ഓൾ യുവർ കസിൻസ്. ഹായ് അനി, ഹാപ്പി ബർത്ത്ഡേ ടു യു. 50 വർഷങ്ങൾ തികച്ചില്ലേ? എല്ലാ ആശംസകളും, 50 വർഷത്തെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അനി, ഹാപ്പി 50th ബർത്ത്ഡേ. അപ്പൊ നമ്മളെല്ലാവരും 50ന്റെ ക്ലബില് എത്തി കേട്ടോ. പഴയ കൊച്ചു കൊച്ചു ഓർമ്മകള്, ചെറുപ്പകാലം നമ്മളൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയതും ഒക്കെ വളരെ നല്ല ഓർമ്മകള്. ഓക്കെ, ഇനിയൊരു 50 വർഷവും കൂടി നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഹാപ്പി 50th ബർത്ത്ഡേ. ഹാപ്പി 50th ബർത്ത്ഡേ അൻചേട്ടാ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. Happy 50th birthday, evergreen, ever energetic Anicheta. May God bless you many more with good health and happiness. Happy birthday, Annie. Happy 50th. Have a blast and enjoy the life maybe for another 50, 75, 100 years. Okay. Have a blast. ഹാപ്പി ബർത്ത്ഡേ അനിച്ചേട്ടാ. Happy 50. Happy birthday, Annie. അനിച്ചേട്ടാ, 50 ഇയർ എന്നൊന്നും കേട്ട് വിഷമിക്കണ്ട. ഇയർ ഓൾഡർ ഇയർ വൈസർ എന്നാണല്ലോ. ഓക്കെ. Happy birthday to you. Happy birthday, Aniketa. Happy birthday to you. ഹായ്, ഇന്ന് ഹാഫ് സെഞ്ചുറി അടിച്ച അനുചേട്ടന് 1000 പിറന്നാൾ ആശംസകൾ. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ അനുചേട്ടൻ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആയിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എനിക്ക് 2 വാക്ക് സമയമുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെ വളരെ സീനിയറായിട്ട് കണ്ടുകൊണ്ടിരുന്ന അനുചേട്ടൻ നമ്മൾ പ്രായമായി വന്നപ്പോഴാണ് ആളെ കുറച്ച് അടുത്ത് ഇടപഴകാനും കൂടുതൽ പരിചയപ്പെടാനും പറ്റുന്നത്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാട്ടും കുറച്ചും കൂടി ചുറുചുറുക്കും കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു യുവാക്കളുടെ ആ ഒരു ലൈക്ക് യങ് ബ്ലഡ് ഉള്ള ഒരാളാണ് അനുചേട്ടൻ. അതിപ്പോഴും ഞങ്ങളെക്കാട്ടും കൂടുതൽ ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ള ഒരാളാണ് അനുചേട്ടൻ എന്നുള്ളത് തന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. ആ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഞാൻ അനുചേട്ടനെ ഞായറാഴ്ച പള്ളിയിൽ കാണുന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ അനുചേട്ടനൊന്ന് കൈപൊക്കി കാണിക്കും. ആ കൈപൊക്കി കാണിക്കൽ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 30 പേരെങ്കിലും കൈപൊക്കി കാണിച്ചിട്ടാണ് പിന്നെ ആ പള്ളിയിൽ പോകാറുള്ളത്. അതാണ് അനുചേട്ടൻ്റെ ഒരു സോഷ്യൽ സ്കില്ല്. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്കിൽ എന്തായാലും ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഒരു സോഷ്യൽ കണക്ഷനൊക്കെ ബിൽഡ് ചെയ്യാൻ അനുചേട്ടൻ കാണിക്കുന്ന ആ സ്കിൽ സെറ്റ്, അത് എടുത്ത് പറയേണ്ട ഒരു കഴിവ് തന്നെയാണ് അനുചേട്ടൻ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിച്ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ അനിച്ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ അനിച്ചേട്ടാ എന്ന് പറ, അനിയങ്കൾ എന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനിച്ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അനിച്ചേട്ടാ, ഇത്തിരി ദൂരത്തുനിന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി എന്റെ സ്വന്തം അനിച്ചേട്ടന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. അപ്പൊ ഒരു കിടിലം ബർത്ത്ഡേ ആവട്ടെ. ഓക്കെ അഞ്ചേട്ടാ, വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ബൈ. ഓക്കെ.
അനുചേട്ടാ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടന് 50 years ആയെന്ന്. ആക്ച്വലി ഞാൻ പെട്ടെന്ന് ആദ്യം ചേട്ടൻ 50 years എന്നുള്ള ഇത് ചിന്തിച്ച ഒബിയസ്ലി ചേട്ടൻ അങ്ങനെ അത്ര അങ്ങോട്ട് എത്തിയതേ എനിക്ക് തോന്നുന്നില്ല. ഐ പേഴ്സണലി ഫീൽ യു സംവെയർ ഇൻ യുവർ 30s. ഐ ആം നോട്ട് ജോക്കിംഗ് ആക്ച്വലി. ദാറ്റ് ഈസ് ഹൗ യുവർ എനർജി ലെവൽ ഇസ്. ആൻഡ് ചേട്ടനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഇസ് ഗുഡ് ടു സീ. ഐ മീൻ വി ഓൾ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും തന്നെ ചേട്ടൻ വി ട്രീറ്റ് യു ആസ് എ റോൾ മോഡൽ. ലൈക്ക് ഒരു ചേട്ടൻ യു ആർ എൻ ഇൻസ്പിറേഷൻ ഫോർ us. ലൈക്ക് യു ഷോ ദാറ്റ് എവരിത്തിങ് ആൻഡ് എനിത്തിങ് ഇസ് പോസിബിൾ ബൈ എനിവൺ ആക്ച്വലി. ചേട്ടൻ ഏതൊരു ചേട്ടൻ്റെ ആ സ്പിരിറ്റ്, ഐ മീൻ ഗെയിമിലായാലോ അത് ഏത് ആക്ടിവിറ്റി ആയാലോ ഞങ്ങളുടെ കസിൻസിന്റെ എന്തൊരു പരിപാടി ആയാലും എല്ലാത്തിലും ചേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ടും ആ ഒരു സ്പിരിറ്റും അത് ഒരിക്കലും ഇറ്റ് ഇസ് റിയലി അൺമാച്ചിങ്. ചേട്ടനെ പറ്റി എന്താ പറയുക, മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് us. ഞാൻ പെട്ടെന്ന് ചേട്ടനെ പറ്റി പെട്ടെന്ന് ആലോചിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഐ തിങ്ക് ജസ്റ്റ് ഒരു ഫണ്ണി പാർട്ടാട്ടോ ആക്ച്വലി. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ട് ചേട്ടന് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചേട്ടൻ വീട്ടിലിരുന്ന് എന്താ പറയുക TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടൻ 30 ദിവസം കൂടാണ് ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടന്റെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ എഞ്ചിൻ കോളേജ് പഠിക്കുക. ചേട്ടൻ്റെ കയ്യിൽ 2 വാച്ച് ഉണ്ട്. അപ്പൊ ഞാൻ ചേട്ടനോട് ചേട്ടൻ 2 വാച്ച്. ചേട്ടൻ പറയും അത് ഒരു വാച്ച് എനിക്ക് സമയം നോക്കാനും വേറൊരു വാച്ച് വേറെ ആരെങ്കിലും സമയം ചോദിച്ച് എനിക്ക് കാണിച്ചു കൊടുക്കാനും. ഞാൻ ചേട്ടൻ അത് പറഞ്ഞത് ശരിക്കാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഏതോ തവണ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഇതുപോലെ 2 വാച്ചൊക്കെ കിട്ടി പോയിട്ട് അവിടെ ആകെ കോമഡി ആയി പോയത് ചേട്ടാ. പക്ഷേ ദാറ്റ് ജസ്റ്റ് ഫണ്ണി പാർട്ട് ശരി. പിന്നെ വേറെ നേട്ടം എനിക്ക് ഓർമ്മ എന്റെ ലൈഫിലെ ആദ്യത്തെ ഗ്രാജുവേഷൻ ഐ തിങ്ക് അതൊരു UKG തോന്നുന്നു. അപ്പോൾ അതിന് എന്റെ കൂടെ എന്നെ കൊണ്ടുപോയത് ചേട്ടനാണ്. നമ്മൾ പോയത് ആ ചേട്ടന്റെ പഴയ MTB ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, MTB സൈക്കിള്. അപ്പൊ അതിലിരുന്നിട്ടാണ് നമ്മൾ ആദ്യം പോയത്. ആ ഇരുമ്പ് പാലത്തിന്റെ പക്കത്തൊക്കെ ചേട്ടൻ ചേട്ടപ്പോ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇരുമ്പ് പാലത്തിന്റെ സൈഡിൽ കൂടെ നമ്മൾ സൈക്കിൾ ഓട്ടി പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. ചേട്ടൻ എന്നാണ് കോമഡിയൊക്കെ പറഞ്ഞ് അതൊക്കെ മാറ്റി അങ്ങനെ പോയി. അപ്പൊ എനിക്ക് അതെന്റെ ഓർമ്മകൾ എപ്പോഴും ഉള്ളതാണ്. എന്റെ ഫസ്റ്റ് ഗ്രാജുവേഷനിൽ അനുചേട്ടനാണ് എന്റെ ഒപ്പം വന്നതെന്നുള്ളതും. പിന്നെ എന്താ ചേട്ടൻ ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് നോട്ട് എ ജോക്ക്. ലൈക്ക് യു ഹാവ് എ ട്രമെൻഡസ് ലെവൽ ഓഫ് എനർജി വിത്തിൻ യു. ഐ സിൻസിയർലി wish you that you let you have that sort of an energy level throughout your life and just be keep on inspiring people like us and everyone in your workplace and like wherever you go, you bring that energy level. And many happy returns of the day. Have a good one. ഹലോ അനുചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അനുചേട്ടൻ്റെ ഈ സ്പെഷ്യൽ ദിവസത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വക വിഷസ്. 1000 ജന്മദിന ആശംസകൾ. അനുചേട്ടനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത്. അനുചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. അനുചേട്ടനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലുക്കപ്പ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസിന്റെ സ്പൈസും സ്പാർക്കും ഒക്കെ അനുചേട്ടനാണ്. അനുചേട്ടൻ അതിലിടുന്ന എഫേർട്സ് കമന്റബിൾ ആണ്. പലപ്പോഴും ഞാനൊക്കെ അത്ഭുതത്തോട് നോക്കി നിന്നിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് അനുചേട്ടന്റെ ഈ ബിസി സ്കെഡ്യൂളിൽ എങ്ങനെയാണ് അനുചേട്ടൻ ടൈം മാനേജ്മെന്റ് ഇതെല്ലാം ഒപ്പിക്കണേന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട് അനുചേട്ടനെ ലുക്കപ്പ് ചെയ്യുന്നതും. അനുചേട്ടൻ അത്ര സ്പെഷ്യലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അനുചേട്ടാ, വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ബ്ലെസ് യു. എല്ലാ ബ്ലെസ്സിങ്സും അനുചേട്ടൻ ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday, dear Anicheta. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. അനുചേട്ടന് 50 വയസ്സായിരിക്കുകയാണ്. അനുചേട്ടന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. പിന്നെ അനുചേട്ടനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ നിമിഷം ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുചേട്ടൻ 50 വയസ്സായെന്ന് ആരും പറയില്ല. പിന്നെ അനുചേട്ടൻ ഞങ്ങളുടെ വെറും ഒരു ചേട്ടനല്ല. അനുചേട്ടനെ ഞങ്ങളൊരു വല്യപ്പനായിട്ടാണ് കാണുന്നത്. ഇവിടെയുള്ള എല്ലാ വല്യപ്പന്മാർക്കും അതേ ഫ്രീഡം ഞങ്ങൾ അനുചേട്ടൻ എന്തും പറയാമെന്ന് ഞങ്ങളോട് പറയാം. പിന്നെ അനുചേട്ടനാണ് ഞങ്ങളുടെ ഫാമിലിയിൽ പിള്ളേരിൽ ഫസ്റ്റ് ലക്ഷറി കാർ മേടിച്ചത്. അനുചേട്ടൻ ഒരു സിംഗം തന്നെ, സിംഗം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുചേട്ടൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഷെർവാണി ഇട്ടേക്കണേ. അനുചേട്ടൻ എല്ലാ രീതിയിലും അടിപൊളിയാണ്. ഓക്കെ ബായ്. അപ്പൊ ചെലവ് പ്രതീക്ഷിക്കുന്ന അനുചേട്ടാ. ചർമ്മം കണ്ട പ്രായം തോന്നിക്കാത്ത ഞങ്ങളുടെ എവർഗ്രീൻ സ്റ്റാറിന് 50th ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. Happy birthday to you. Happy birthday to you. Happy birthday dear Anicheta. Happy birthday to you. Very happy birthday Anil. Happy birthday Anil uncle. God bless you. ഹാപ്പി ബർത്ത്ഡേ അമ്പലം പറഞ്ഞാൽ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ ടു ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ അവർ ഫാമിലി. എപ്പോഴും ഇതേപോലെ ചിയർഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കണം ചേട്ടൻ. ഓക്കെ, ഇപ്പൊ മമ്മിയുടെ വക ഒരു കോമഡി പാട്ടുണ്ട്. നല്ലവനെ നല്ലവൻ
റോക്കി റോക്കി. ആടിനിത്തിരി കളി കൊടുക്കാൻ ചെന്നപ്പം എന്റെ അപ്പ പള്ളിയിലെ മോഡലത്തിൽ നിൽക്കുന്നു. ചിറകില്ലാത്തൊരു മാലാഹ. ചുള്ളിക്കപ്പള്ളിന്നു പ്ലമ്മനം പുണ്യാളത്തി നടന്നു വന്നാദ്യം തോന്നി എന്റെ അമ്മോ. ചുള്ളിക്കപ്പള്ളിന്നു പ്ലമ്മന പുണ്യാളത്തി നടന്നു വന്നാദ്യം തോന്നി എന്റെ അമ്മോ. കുമ്പിട്ടു വണങ്ങുവാൻ ചെന്നപ്പം തങ്കത്തിൻ നിറമുള്ളൊരു പെണ്ണ്. കുമ്പിട്ടു വണങ്ങുവാൻ ചെന്നപ്പം തങ്കത്തിൻ നിറമുള്ളൊരു പെണ്ണ്. പഞ്ചാര പുഞ്ചിരി തൂകിയ പെണ്ണ് തക്കാളിക്ക നിറമുള്ള ചുണ്ടനക്കി. പഞ്ചാര പുഞ്ചിരി തൂകിയ പെണ്ണ് തക്കാളിക്ക നിറമുള്ള ചുണ്ടനക്കി. മാലാഖയാണേലും ചെറുത്താനായാലും പെണ്ണാണോ റോക്കി നോക്കി പോകും. നല്ലവനിൽ നല്ലവനാ കൊക്കി റോക്കി. ആടിനിത്തിരി കാണി കൊടുക്കാൻ ചെന്നപ്പം എന്റെ പോ പള്ളിയിലെ മോഡലത്തിൽ നിൽക്കുന്നു. ചിറകില്ലാത്തൊരു മാലാഹ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ വൺസ് അഗൈൻ. എടാ, നമ്മുടെ ഫാമിലിയിൽ ഒരു കംപ്ലീറ്റ് പവർ പാക്ക് ആയിട്ടുള്ള ഒരാളുണ്ട്. അതാരാ? എന്റെ മനസ്സിലിപ്പോ ഒരു പേര് വന്നുള്ളൂ, അനുചേട്ടൻ. സോ നമ്മുടെ അനുചേട്ടന്റെ ബർത്ത്ഡേ ആണ്, 50th ബർത്ത്ഡേ. യുവത്വം തുളുമ്പി നിൽക്കുന്ന 50th ബർത്ത്ഡേ. സോ ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. അനുചേട്ടന്റെ 50th ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 25th ബർത്ത്ഡേ ആണ്. അതെ. But still wishing you very happy and blessed 50th birthday dear Ancheta. Happy birthday Ancheta. Have a good one. Happy birthday Anlangle. Happy birthday Anlangle. Happy birthday Anlangle. Ancheta, happy birthday Ancheta. Thank you for proving that 50s are the next 30s. For being so full of fun, energy, spirit and laughter. Happy birthday Ancheta. We all love you, our big brother. ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. പിന്നെ ഒരു കാര്യം, ഇവരെല്ലാം കൂടി 50 വയസ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സൈക്കോളജിക്കലി തകർക്കാനുള്ള മൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിട്ടുകൊടുക്കരുത്. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനുചേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ. Happy birthday Ancheta. ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. ഹാപ്പി 50th ബർത്ത്ഡേ അനുചേട്ടാ. അനുചേട്ടന് 1000 ജന്മദിനാശംസകൾ. അനുചേട്ടനെ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും ആരോഗ്യവും പ്രാർത്ഥനയും ഒക്കെ നേരുന്നു. ഈ ഒരു ബർത്ത്ഡേക്ക് അനുചേട്ടനെ കുറിച്ച് ഞാൻ 2 വാക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഞാൻ അനുചേട്ടനെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് അനുചേട്ടനിലുള്ള ആ ഒരു കുട്ടിത്വം തന്നെയാണ്. അത് അനുചേട്ടൻ 50 ആയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അത് തന്നെയാണ്. കാരണം നമ്മുടെ പിള്ളേരുടെ ഒപ്പമാണെങ്കിലും ഈവൻ കൊച്ചു പിള്ളേരുടെ അടുത്ത് പോലും 1 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് 2 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് ഒക്കെ അനുചേട്ടൻ ഈക്വലി ആ ഒരു വൈബാണ്. ഇത്ര പ്രായമായാലും ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിൾ കാര്യമല്ല. അപ്പോൾ അത് ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് ചേട്ടൻ നമ്മൾ കസിൻസിൻ്റെ ഇടയിൽ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രാർത്ഥന മീറ്റിംഗ് ഇനിഷ്യേറ്റ് ചെയ്തായിരുന്നു. അപ്പം അതിന് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനും പേഴ്സണൽ പ്രെയർ ടൈമിൻ്റെ ആ ഒരു റെലവൻസ് എന്താണെന്ന് പറഞ്ഞു തരാനും ഒക്കെ എടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കിവിടെ എന്തൊരു കല്യാണം അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങൾക്ക് ചേട്ടൻ അത് മുൻപന്തിയിൽ നിന്ന് എല്ലാവരെയും കുറേയും കൂടി എൻകറേജ് ചെയ്യാനും പുഷ് ചെയ്യണമെങ്കിൽ ചേട്ടൻ്റെ ആ ഒരു ചേട്ടനുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് ഒരു ഓർഗനൈസർ എന്നുള്ള രീതിയിൽ ചേട്ടൻ അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ. അതുപോലെ റാഗിങ്ങിന് ചേട്ടനും മഞ്ജു ചേച്ചിക്കുമുള്ള പ്രത്യേക ആ ഒരു സന്തോഷവും നിങ്ങളുടെ ആ ഒരു കോംബോ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരെയും. ഇതുപോലെ തന്നെ ആ ഒരു ചേട്ടൻ്റെ ആ ഒരു എനർജി വൈബ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മൂഡൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ അതൊക്കെ ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ചേട്ടൻ്റെ അഞ്ചു ചേച്ചി ആണെങ്കിലും ചേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പിള്ളേരും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോ ബ്ലെസ്സിങ് ആണ്. സോ അതിനൊക്കെ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. 50ന്റെ നിറവിൽ നിൽക്കുന്ന അനുചേട്ടന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനുചേട്ടാ. മേ ഗോഡ് ബ്ലെസ് യു. ഹാപ്പി 50th ബർത്ത്ഡേ മൈ ഡിയർ അനുചേട്ടാ. അനുചേട്ടൻ്റെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഇനിയുള്ള എല്ലാ പിറന്നാൾ ദിനങ്ങളും ചേട്ടൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചേട്ടൻ്റെ ജീവിതത്തിൽ നേടുമാറാവട്ടെ. അതേപോലെ തന്നെ അനുചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്. എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതൊരു ഉദ്ദേശിക്കുന്ന എല്ലാം സാധ്യമാവുന്നൊരു വ്യക്തിത്വം. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെസ് ആയിക്കോട്ടെ, ക്യാരംസ് ആയിക്കോട്ടെ, ഷട്ടിൽ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എല്ലാത്തിലും അനുചേട്ടൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അല്ലാണ്ട് ഇന്നോലെ ബാക്കിലേക്ക് മാറി നിൽക്കൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ അത് തന്നെയാണ് അനുചേട്ടൻ്റെ ഒരു വ്യക്തിത്വം. എവിടെയും അനുചേട്ടന് ഇന്നോലെ ഫുൾ കോൺഫിഡൻസിലാണ് അനുചേട്ടൻ്റെ എപ്പോഴും ഉള്ളൊരു ആ ഒരു നിൽപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഞങ്ങളെയൊക്കെ റോൾ മോഡലാണ് ചേട്ടൻ. ഇപ്പം കുഞ്ഞുനാൾ മുതലേ എപ്പോഴും നമ്മൾ പറയണത് നീ അനിയനെ കണ്ടുപിടിക്കുക. കാരണം വെച്ചാൽ ഇന്നോട് ചേട്ടൻ്റെ പഠിത്തം, ചേട്ടൻ്റെ ജോലി, എല്ലാ കാര്യങ്ങളും ചേട്ടൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ചേട്ടൻ്റെ വീട്ടുകാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം ചേട്ടൻ അവർക്ക് സാധ്യമാക്കി കൊടുത്തു. പിന്നെ അനുചേട്ടനെ പറ്റി പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയാലോ, എന്ത് ഡാൻസ് പരിപാടി ഉണ്ടെങ്കിലും ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് നമ്മുടെ അനുചേട്ടനായിരിക്കും. ഒരു ഷോ സ്റ്റോപ്പർ ആയിരിക്കും ചേട്ടൻ. എല്ലാവരുടെയും ശ്രദ്ധ പോണത്, അട്രാക്ഷൻ പോണത് ഇന്നോലെ അനുചേട്ടനിലേക്കായിരിക്കും. പിന്നെ അനുചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ഇന്നോലെ ഞങ്ങൾ രാത്രി ഇരുന്ന് നമ്മുടെ കാസറ്റിൽ ജുറാസിക് പാർക്കൊക്കെ ഇന്നോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പേടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്നോട് സ്ഥാപിച്ചിട്ട് 2 വീലറൊക്കെ ആയിട്ട് ഇന്നോട് രാത്രി ഒരു പോക്കൊക്കെ പോകും. ചിലപ്പോൾ സജീവൻ ചേട്ടനെ കൊണ്ട് ആക്കാനൊക്കെ വേണ്ടി. എന്നിട്ട് പാതിരാത്രിയൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ എവിടെ പോയി ചോദിക്കുമ്പോൾ ഞാനിത് കറങ്ങാൻ വേണ്ടി പോയതാണ്. അതേപോലെ പിന്നെ ജോമച്ചിൻ്റെ കൈനറ്റിക് ഹോണ്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഏതൊക്കെയോ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അറിയ പോലുമില്ല. അനുചേട്ടൻ എല്ലാ കാര്യത്തിലും ഫുൾ ഓണാണ്. ഫുൾ ഒരു നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ആളാണ്. പിന്നെ അതേപോലെ തന്നെ ആത്മീയത. ഇപ്പം ഞങ്ങളുടെ ഇവിടെ നമ്മൾ പിള്ളേരായിരുന്ന സമയത്ത് അനുചേട്ടൻ വീട്ടിൽ നിന്ന് നേരെ പുതിയകാവിലേക്ക് വന്ന് ജീസസ് യൂത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ടിസിപ്പേഷൻ പോലെ ഇവിടെ ഞങ്ങൾ ഒരു പ്രയർ ഗ്രൂപ്പ് എല്ലാം ഇന്നോട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അനുചേട്ടൻ ഒരു കാര്യമില്ല, എന്നാൽ അനുചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാ പിള്ളേരിലും ആത്മീയതയും എല്ലാം വളർത്തി അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അനുചേട്ടൻ്റെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസം ആവട്ടെ. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ അനുചേട്ടാ. ഓക്കെ, ഹലോ അനുചേട്ടാ, ഹാപ്പി 50th ബർത്ത്ഡേ വിഷസ്. അനുചേട്ടന് ഈ 50ാം ജന്മദിന വേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അനുചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ അനുചേട്ടൻ്റെ ടൈം മാനേജ്മെൻറ്റ് അത് ശരിക്കും നമ്മളെല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ്. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, ഫാമിലിക്ക് അതിൻ്റേതായ ടൈം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അതിൻ്റെ സമയം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിന് അതിൻ്റേതായ ഒരു സമയങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അനുചേട്ടൻ ഈ ടൈം കാൽക്കുലേഷൻ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അനുചേട്ടന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. അനുചേട്ടാ, ഹാപ്പി 50th ബർത്ത്ഡേ. അനുചേട്ടൻ്റെ ഏജ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അനുചേട്ടൻ ഇപ്പോഴും 30 years old ആണ്. പിന്നെ യു ബിൻ ഏജിങ് വെരി ഗ്രേസ്ഫുള്ളി. യു ബിൻ വെരി ആക്റ്റീവ് ഇൻ ദ വെമ്പനാട് ഗ്രൂപ്പ്, വെമ്പനാട് ഫാമിലി. ഈ ഡാൻസും ഇങ്ങനത്തെ ആക്ടിവിറ്റിയൊക്കെ വെരി എക്സലൻ്റ് ആണ്. പിന്നെ I want you to continue inspiring your family members to be better and be a good role model for the family. ചേട്ടാ, I can't believe you're turning 50. ചേട്ടനെ പോലുള്ള ഈ യങ്സ്റ്റേഴ്സ് 50 വയസ്സായി എന്നൊക്കെ പറയുവാണെങ്കിൽ അത് എന്നെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നത് ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഞാനും ചേട്ടൻ്റെയൊക്കെ ഒപ്പം ആകുമല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ചേട്ടാ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ജനറേഷൻ കൊണ്ട്
ഈ 50 എന്ന് പറയുന്നത് ഒരു പുതിയ 20s ആക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ഓക്കെ, ഇനി ചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഞാൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് I have known you as a fun-loving, energetic, happy person along with being ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള. പക്ഷേ ചേട്ടന് പ്രായമായി ജോലിയൊക്കെ കിട്ടി അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ 2-3 വർഷം ഷിക്കാഗോയിൽ ഞങ്ങളുടെ ഒപ്പം താമസിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചേട്ടനാണെങ്കിൽ ഒരു ലവിങ്, കെയറിങ്, patient, slow to anger, very, full of wisdom. അങ്ങനത്തെ ഉള്ള പേഴ്സണാലിറ്റി along with being your regular self, fun loving nature. So അതൊക്കെ കൊണ്ട് ഞാൻ I know for a fact that ചേട്ടൻ്റെ പാരൻസും അഞ്ചു ചേച്ചിയും are kids, they're all blessed to have you in their lives. Happy birthday അഞ്ചേട്ടാ. നമ്മുടെ 25 നമ്മുടെ വലിയപ്പയ്ക്ക് 50 വയസ്സായോനെ. പക്ഷെ വലിയപ്പ പേടിക്കണ്ട, ബിക്കോസ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് ശരിയാ. കളിയിൽ എന്താ ക്രേസ്? ചീട്ടുകളിയില് സൂപ്പറല്ലേ. അപ്പൊ ക്യാരംസിലോ അടിപൊളി. ചേട്ടാ പുലിയല്ലേ? എന്റെ കണ്ണക്കെട്ടമ്മല്ലേ പുലിയാവണ്ടിരിക്കുക. പക്ഷെ ചേട്ടൻ എന്റെ ചേട്ടനാണെന്നുള്ള അഹങ്കാരമൊന്നും ഇല്ലട്ടാ. എന്തൊക്കെയായില്ല നമ്മുടെ അനിമോൻ, ഞങ്ങളുടെ ചേട്ടൻ, നമ്മുടെ സൂപ്പറാ. അപ്പൊ once again wishing you the best birthday. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനിൽ. അങ്ങനെ യു ഹാവ് റീച്ച്ഡ് സ്പെഷ്യൽ മൈൽ സ്റ്റോൺ ദിസ് ഇയർ. ഈ പ്രാവശ്യമെങ്കിലും ബർത്ത്ഡേയുടെ റിയൽ ഏജ് റിവീൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ബർത്ത്ഡേ വരുമ്പം 3 വയസ്സിനേക്കാൾ ഇളയതാന്നല്ലേ പറയുന്നത്. അങ്ങനെയാണോ ഈ പ്രാവശ്യവും? അപ്പോൾ എൻ്റെ മൈൽ സ്റ്റോൺ ബർത്ത്ഡേ കഴിഞ്ഞോ? നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലേ? ഒരു സംശയം. എനിവേ, ജോക്സ് അപ്പാർട്ട്, 10-21 വർഷത്തോളം ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും വഴക്കും ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോയതിനെ ഓർത്ത് ഐ ആം താങ്ക്ഫുൾ ടു ഓൾമൈറ്റി ഗോഡ്. ഈ 21 വർഷ കാലത്ത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ 2 കുട്ടികളെയും അവരെ നമുക്ക് നല്ലോണം നോക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെ ഓർത്ത് ഐ ആം വൺസ് അഗെയിൻ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഓൾമൈറ്റി ഗോഡ്. ഇനിയും ഉള്ള വർഷങ്ങളിലും ഇതുപോലെ സന്തോഷത്തിലും എന്തെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും once again happy birthday dear Anil. Happy birthday appa. Appa half century adichle. Congrats. Throughout my life you have been a pillar support to me in studies as well as in sports. You are always there for me as a father as well as a friend. Thank you appa. Happy 50th birthday appa. Usually you wouldn't let me include your age in your birthday card, but this time I have no choice. I'm really glad that you have reached this milestone, but I can't believe you have reached 50 years old. I'm grateful for all the fun memories we have shared together and for helping me become who I am. And stay happy and love you.